കഥ കളിവഞ്ചികൾ. ശീർഷകം പൊട്ടിപ്പെണ്ണിൻ്റെ ഭ്രാന്ത ചോദ്യം. രചന ജെസ്സി ജോൺ. വായന ഷഫീഖ് ആദിക്കോട്. ജോൺസൺ, അവൻ അവളുടെ പ്രിയപ്പെട്ടവൻ. അവൻ്റെ മാറിൽ തലചായ്ച്ചാൻ നെഞ്ചിൻ്റെ താളം അവളുടെ കർണങ്ങൾ ഏറ്റുവാങ്ങി. ആ ഹൃദയത്തിൻ്റെ താളം അവൾക്ക് മാത്രം അറിയാവുന്ന താരാട്ടുപാട്ടായിരുന്നു. അത്രമേൽ അവളുടെ ജീവിതത്തിൽ തേജസ്സും ചൈതന്യവും നിറച്ചത് അവൻ മാത്രമായിരുന്നു. അവൾ റേച്ചൽ. അവളുടെ ബാല്യവും കൗമാരവും യൗവനവും മധ്യവയസ്സിൽ തിരിച്ചു കൊടുക്കാൻ ശക്തിയുള്ള മാന്ത്രികൻ അതായിരുന്നു ജോൺസൺ. അവനെപ്പോലെ റേച്ചലിനെ മനസ്സിലാക്കുന്ന ഒരാളും അവളുടെ ജീവിതത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. മാറിൽ തലചായ്ച്ചു കിടന്നിരുന്ന റേച്ചൽ ഇത്രയും കാലം ചോദിക്കാത്തൊരു ചോദ്യം അവൾ അന്ന് ചോദിച്ചു. അവൾ സംശയിച്ച ആ ചോദ്യം അവൻ ആശയക്കുഴപ്പത്തിലാക്കിയോ എന്ന് ആ സംശയം അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ മൗനമായിരുന്നു, അവളുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ. ജോൺസൺ, ഞാൻ ചോദിച്ചതൊരു തമാശയായി എടുത്തോളൂ. ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹം, ആ പ്രണയം, ഒന്നിനും ഒരു മാറ്റവും ഇനിയുണ്ടാകില്ല. ജീവിതം അവൾക്ക് നൽകിയ വേദനകൾ, അവളുടെ ഹൃദയത്തിൽ നിന്നും കഴിഞ്ഞകാല അനുസ്മരണകൾ അനുസരണയില്ലാതെ ഒഴുകിയെത്തി. കണ്ണുനീർ അവൻ്റെ മാറിനെ നനയിച്ചു. അവൻ ചോദിച്ചു, മോളെ, ബാല്യത്തിലല്ലെങ്കിൽ കൗമാരത്തിൽ നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമായതെന്താണ്? അവൾ പറഞ്ഞു, ബാല്യം, കൗമാരം. അവൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു, പക്ഷെ അതൊരു വിങ്ങലായി, പിന്നീട് അതൊരു തേങ്ങലായി. എടാ, നിനക്ക് കേൾക്കണമോ? എൻ്റെ പിതാവ് ഒരു മദ്യപാനിയല്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കോപം മദ്യത്തേക്കാൾ ഭയമായിരുന്നു. വീട്ടിലെ നിശബ്ദത എന്നെ ഭ്രാന്തിയാക്കിയിരുന്നു. ചുവരുകൾക്ക് പോലും പേടിയായിരുന്നു എന്ന് ഇപ്പോൾ സംശയിക്കുന്നു. എൻ്റെ അമ്മ രാത്രികളിൽ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞു എന്ന് ഉറപ്പു വന്നതിന് ശേഷം ജനലരികെ നിന്ന് വിജനമായ റോഡിലേക്ക് നോക്കി നിശബ്ദമായി കരയുന്നതെനിക്ക് സാധാരണ കാഴ്ച തന്നെയായിരുന്നു. ഇത്രയും ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ കൂടെ എത്ര നാൾ ജീവിതം തള്ളി നിൽക്കും? അത് ഞാൻ കണ്ടെത്തിയ ചോദ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ചോദ്യമായിരുന്നു. എടാ, ഞാൻ പഠിക്കാൻ മിടുക്കിയായിരുന്നു, കാണുവാൻ സുന്ദരിയുമായിരുന്നു, എഴുതുവാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു, പുസ്തകങ്ങളെ ഞാൻ സ്നേഹിച്ചിരുന്നു. ഞാൻ കണ്ട സ്വപ്നങ്ങൾക്കൊക്കെയും മഴവില്ലിൻ്റെ വർണ്ണമായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ പ്രണയമുണ്ടാവുക സ്വാഭാവികം. എനിക്കുമുണ്ടായിരുന്നു ഒരു പ്രണയം. ജനിച്ചപ്പോഴേ ശവകുടീരമായ പ്രണയം. കാരണം ആ കണ്ണുകളിലേക്കൊന്ന് നോക്കുവാൻ പോലും പേടിയായിരുന്നു. അവിടെയും അപ്പൻ്റെ ചുവന്ന കണ്ണുകൾ എന്നെ വേട്ടയാടിയിരുന്നു. അമ്മയുടെ കണ്ണുനീരും കഷ്ടപ്പാടും ഈ ലോകത്തുള്ള സകല പുരുഷന്മാരോടും അറപ്പും വെറുപ്പും സമ്മാനിച്ചു. ഏയ് ജോൺസൺ, എന്തേ? അവൻ വിളി കേട്ടു. ഞാൻ മഴയെ പ്രണയിച്ചിരുന്നു. എന്തിനെന്നോ? ആരും കാണാതെ കണ്ണുനീരിനെ കഴുകിക്കളയുന്ന പ്രകൃതിയുടെ വരദാനത്ത് സങ്കടമുള്ളവർ എല്ലാവരും പ്രണയിക്കും. അമ്മ എപ്പോഴും പറയും, പ്രാർത്ഥിക്കുക മോളെ, നമ്മുടെ വേദന ഈശോ കാണുന്നുണ്ട്. ഈ കണ്ണുനീരെല്ലാം ദൈവം തുടയ്ക്കും. നിന്റെ മുഖത്തു നിന്നും പുഞ്ചിരി മായാതെ നിൽക്കും. നിന്റെ വിലാപം ദൈവം നൃത്തമാക്കി തരും. നീ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറും. അമ്മയുടെ ആശ്വാസ വാക്കുകൾ കേൾക്കുമ്പോഴാണ് എവിടെയോ ഒരു മഞ്ഞുതുള്ളി വീഴുന്നത്. കാലങ്ങൾ കഴിഞ്ഞു. ഞാൻ വിവാഹിതയായി. അന്ന് 17 വയസ്സു മാത്രം. വിവാഹം എന്നത് അപ്പനിൽ നിന്നും ഒരു രക്ഷപ്പെടൽ മാത്രമായാണ് ഞാൻ കണ്ടത്. ശ്വാസം മുട്ടിക്കുന്ന ഓർമ്മകളിൽ നിന്നും, അമ്മയുടെ സഹിക്കാനാവാത്ത കണ്ണീരിൻ്റെ മുന്നിൽ നിന്നും ഒരു രക്ഷപ്പെടൽ. എന്നാൽ എൻ്റെ ഭർത്താവ് ദുർസ്വഭാവം ഒന്നും ഉണ്ടായിരുന്ന ആളല്ല. എന്നെ അടിക്കില്ല, വഴക്കു പറയില്ല. പക്ഷേ പക്ഷെ എന്നെ സ്നേഹിച്ചിട്ടുമില്ല. സ്നേഹത്തിനു വേണ്ടിയുള്ള ആഴമായുള്ള വികാരം അയാൾ കണ്ടില്ല എന്ന് നടിച്ചു. പിതാവിൻ്റെ അതിരില്ലാത്ത കോപത്തെ ഞാൻ പേടിച്ചിരുന്നു. എന്നാൽ ഭർത്താവിൻ്റെ അവഗണന, അതിൽ ഞാൻ തകർന്നു പോയി. പല രാത്രികളും പേടി സ്വപ്നങ്ങൾ കണ്ട് ഭയന്ന് എഴുന്നേറ്റിരുന്നു. ഈ സ്നേഹമില്ലായ്മയിൽ ഞാൻ നിരന്തരം മരിച്ചുകൊണ്ടേയിരുന്നു. എപ്പോഴും എന്നും എനിക്ക് അനാഥത്വം മാത്രമായിരുന്നു കൂട്ട്. ജോൺസൺ, ആ സമയത്താണ് ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും. ജീവിതയാത്രയിൽ തുല്യ ദുഃഖിതരായിരുന്നു നമ്മൾ. ഞാൻ മെനഞ്ഞെടുത്ത ജീവിതവഞ്ചിയിൽ നീ കയറിയ ഒരു തുഴയൽക്കാരനായി. നഷ്ടപ്പെട്ട എൻ്റെ ബാല്യം, യൗവനം, കൗമാരം എല്ലാം നീ തിരികെ തന്നു. ഇപ്പോൾ എൻ്റെ ഹൃദയമാകുന്ന വഞ്ചി കൃത്യമായി ഓടിക്കുന്ന വള്ളക്കാരനാണ് നീ. അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ചുണ്ടിൽ മൗന പ്രണയത്തിൻ്റെ പുഞ്ചിരി കണ്ടു. അവൾ ചോദിച്ചു, എന്തേ ചിരിക്കുന്നത്? അവൻ അവളുടെ നെറുകുമേൽ അമർത്തി ചുംബിച്ചു. എന്നിട്ട് മൃദുവായി പറഞ്ഞു, ഇന്നലെ ഒരു ചോദ്യം നീ എന്നോട് ചോദിച്ചില്ലേ?
ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കുമോ? അവൾ തലയാട്ടി. എന്നിട്ട് എണീറ്റിരുന്ന് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, നിന്റെ ജീവൻ്റെ പാതിയെ എന്നെ സ്നേഹിക്കുമോ? അവളുടെ വിരലുകൾ അവൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പാതിയായല്ല പെണ്ണെ, നീ അറിയുന്നുവോ, നീയില്ലാതെ എൻ്റെ ജീവിതം പൂർണ്ണമല്ല. മഴ മണ്ണിനെ പ്രണയിക്കുന്നതിനുപരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മഴയും മണ്ണുമായി അവർ അവരുടെ ലോകത്ത് ഇന്നും സുഖമായി ജീവിക്കുന്നു. അവർ ജീവിക്കട്ടെ.